ശ്രീ എൻ കെ പ്രേമേന്ദ്രൻ, താങ്കൾ വി എസിൻ്റെ മന്ത്രിസഭയിൽ നല്ല രീതിയിൽ വകുപ്പ് കൈകാര്യം ചെയ്തൊരു മന്ത്രിയാണ്. പിന്നീട് വി എസിന് എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാം. എങ്ങനെയാണ് ജനവികാരം വി എസിന് അനുകൂലമായി തെരുവിലിറങ്ങിയത് നമുക്കറിയാം. കണ്ണേ കരുളേ എന്ന മുദ്രാവാക്യം വന്നത് നമുക്കറിയാം. സമാനമായൊരു സാഹചര്യം കേരളത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടോ വി ഡിക്ക് അനുകൂലമായി? അത്തരമൊരു കാര്യത്തെ സംബന്ധിച്ച് ഞാൻ അഭിപ്രായം പറയുന്നത് ഒട്ടും ശരിയല്ല. കാരണം കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് വളരെ ജനാധിപത്യപരമായ നിലയിൽ ഘടകകക്ഷികളുമായി ചർച്ച ചെയ്തു, കോൺഗ്രസ് പാർട്ടിയുടെ MLA-മാരുമായി ചർച്ച ചെയ്തു, കോൺഗ്രസിൻ്റെ മുൻകാല മുതിർന്ന നേതാക്കളുമായി ചർച്ച ചെയ്തു. ഈ കാര്യത്തിൽ ഒരു രാഷ്ട്രീയ സമവായത്തിലൂടെ ഉചിതമായ ഒരു വ്യക്തിയെ കോൺഗ്രസ് ലെജിസ്ലേറ്റീവ് പാർട്ടി ലീഡറായി തീരുമാനിക്കുന്ന ഒരു പ്രത്യേക ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പരസ്യ പ്രതികരണമോ ഞങ്ങളുടെ പാർട്ടിയുടെ അഭിപ്രായമോ ഞങ്ങളുടെ വ്യക്തിഗതമായിട്ടുള്ള അഭിപ്രായമോ പൊതുമണ്ഡലത്തിൽ പങ്കുവെക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അപ്പോഴും ഒരു സംശയം എന്താണ്, ഇപ്പോൾ ലീഗ് തങ്ങളുടെ അഭിപ്രായം വ്യക്തമാക്കിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജനവികാരം മാനിക്കണം എന്നുള്ളതാണ് തുടക്കം മുതൽ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഒപ്പം തന്നെ പൊതുതെരഞ്ഞെടുപ്പ്, ഇനി അടുത്തൊരു ഉപതെരഞ്ഞെടുപ്പ് വരാൻ പാടില്ല. ഒരു പൊതുതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതേ ഉള്ളൂ, 6 മാസത്തിലുള്ള ഉപതെരഞ്ഞെടുപ്പ് വരാൻ പാടില്ല. ഇതേ നിലപാട് തന്നെയാണോ RSPക്കും ഉള്ളത്? ജനവികാരം മാനിക്കണം, ഉപതെരഞ്ഞെടുപ്പ് വരാൻ പാടില്ല. ആര് നേതാവണ്ട എന്നല്ല ഞാൻ പറഞ്ഞല്ലോ. RSPക്ക് ഈ കാര്യത്തിൽ കൃത്യമായ നിലപാടുണ്ട്, വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ആ നിലപാടും കാഴ്ചപ്പാടും കോൺഗ്രസ് ഹൈക്കമാൻഡ് നേതൃത്വത്തെ കോൺഗ്രസിന്റെ നിരീക്ഷകരിലൂടെ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഒരു പേര് RSP മുന്നോട്ട് വെച്ചിട്ടുണ്ടോ? ഒരു പേര് ആരാണെന്ന് അങ്ങ് പറയണ്ട. ഇല്ല ഇല്ല, പേര് മുന്നോട്ട് വെച്ചിട്ടില്ല. പകരം രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കണം, ജനവികാരം മാനിക്കണം, ഇല്ല തുടങ്ങിയ കാര്യങ്ങളാണോ മുന്നോട്ട് വെച്ചിട്ടുള്ളത്? ഞാൻ പറഞ്ഞല്ലോ അരുൺ, വരികൾക്കിടയിൽ വാക്കുകളിലൂടെ കൃത്യമായി അരുണിന് മനസ്സിലാകാവുന്നതേ ഉള്ളൂ. ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടും കാഴ്ചപ്പാടും കൃത്യമായി വ്യക്തമായി കോൺഗ്രസ് ഹൈക്കമാൻഡിനെ അവരുടെ നിരീക്ഷകരിലൂടെ കൃത്യമായി നമ്മൾ അറിയിച്ചിട്ടുണ്ട്. ആ അറിയിച്ച നിലപാട് എന്താണ് എന്നതിനെ സംബന്ധിച്ച് പൊതുമണ്ഡലത്തിൽ പറയുന്നത് ഒരിക്കലും ഗുണകരമാകില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അഭിപ്രായം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല.